നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ താലൂക്ക് തല ഭക്ഷ്യോപയോഗ വിജിലൻസ് സമിതി യോഗത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിട്ടും യാതൊരു അനക്കവുമില്ലാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വിപണിയിൽ ഈ വിഭാഗം ഉദ്യോഗസ്ഥർ കാര്യമായ ഇടപെടൽ നടത്തണമെന്ന് NCP അംഗം ഹംസ പാലൂർ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ച കൂടിയ ഭക്ഷ്യോപയോഗ സമിതി വിജിലൻസ് സമിതിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് നടപ്പാക്കുന്ന പല പദ്ധതികളും താഴേക്കിടയിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായി നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണമായിട്ട് പറയുന്നത് ഭക്ഷ്യോപദേശക വിജിലൻസ് സമിതി കൂടിയിട്ട് 6-7 മാസങ്ങളായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച കൂടിയപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞു അത് മാസം അല്ലെങ്കിൽ 2 മാസം ഒരിക്കലോ കൂടേണ്ട ഒരു കമ്മിറ്റിയാണത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, താഴേക്കടലിലേക്ക് എത്തുമ്പോൾ അവർ പല മുടന്ത ന്യായങ്ങളാണ് പറയുന്നത്. വണ്ടികളില്ല പരിശോധിക്കാൻ, അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ മീറ്റിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിന്റെ വണ്ടികൾ പരമാവധി ഉപയോഗിച്ച് നിങ്ങൾ വിജിലൻസ് സമിതി മെച്ചപ്പെടുത്തണം, എല്ലായിടങ്ങളിലും അത് ചെക്ക് ചെയ്ത് പരിശോധന വിപുലമാക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം അവർ സമ്മതിച്ചു പോയതാണ്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയോ അല്ലെങ്കിൽ അതിന്റെ റെയ്ഡോ നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ പച്ചക്കറി, മത്സ്യ, മാംസ മാർക്കറ്റുകളിലടക്കം ഹോട്ടലുകളിൽ അതന്നെ വർദ്ധിച്ചു വരുന്ന ഈ തട്ടുകടകളുണ്ട്. ആ തട്ടുകടകൾക്കെതിരല്ല, പക്ഷെ തട്ടുകടകളിൽ പലതും കൃത്യഹീനമായ രീതിയിലുള്ള ചില വിഭാഗങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതൊക്കെ കൃത്യമായി പരിശോധിച്ച് വിജിലൻസ് സമിതി അത് രേഖപ്പെടുത്തി അത് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. പെരിന്തൽമണ്ണ സിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ പെരിന്തൽമണ്ണ ഒരു ആസ്പത്രി സിറ്റിയാണ്, വിദ്യാഭ്യാസ സമുച്ചയമുള്ള ഒരു സിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള ഒരു സിറ്റിയായിട്ട് പെരിന്തൽമണ്ണ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ പരിശോധന കൃത്യമായി നടത്തി വേണ്ടുന്ന നിർദ്ദേശങ്ങളും മറ്റു നടപടികളും എടുക്കേണ്ടത്. ഈ ഉദ്യോഗസ്ഥരൊരു ഇതാണോ സംഭവം? അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, സംസ്ഥാന ഗവൺമെന്റ് ഇത് വളരെ 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 കാര്യമായിട്ടാണ് എടുത്തിരിക്കുന്നത്. താഴേക്കടയിൽ ഇത് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ വേണ്ടുന്ന താഴേക്കടലിലേക്ക് എത്തുമ്പോൾ ഇത് പരിശോധനയോ അല്ലെങ്കിൽ മറ്റു റെയ്ഡോ കൃത്യമായിട്ട് നടത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതിന് അവർ പറയുന്നത് ഞങ്ങൾക്ക് വണ്ടി സൗകര്യമില്ല, പരിശോധിക്കാനുള്ള വാഹന സൗകര്യമില്ല എന്നൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ മീറ്റിംഗിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, ഞങ്ങളുടെ വണ്ടി ഉപയോഗിക്കാം, എന്നാലും നിങ്ങൾ പരിശോധനകളോ റെയ്ഡുകളോ കുറയ്ക്കരുത് എന്നെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസൺ, അതായത് ഉത്സവ സീസണുകളാണ് വരുന്നത്. ഇപ്പൊ ഏതായാലും ഓണം നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് കൃത്യമായിട്ടുള്ള റെയ്ഡുകൾ നടത്തേണ്ടത്. അത് അളവ് തൂക്ക പരിശോധനകളായാലും വേണ്ടില്ല, ഹോട്ടൽ പരിശോധനകളായാലും വേണ്ടില്ല, മാർക്കറ്റ്, എല്ലാവിധ തരത്തിലുള്ള പഴം, പച്ചക്കറി, മാംസം, മത്സ്യം, എല്ലാ മാർക്കറ്റിനും കൃത്യമായ പരിശോധന നടത്തും. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് അളവ് തൂക്ക യന്ത്രങ്ങളുണ്ടല്ലോ, അത് കൃത്യമായി തുലാസ് പോലുള്ള കാര്യം കൃത്യമായി പരിശോധന നടത്തണം. സീല് വെക്കാത്തുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത് അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. Jam June Hypermarket, exceeding expectations.